ഈ വർഷം ജനുവരി 30 റിലീസ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. അന്ന് ഈ സിനിമയുടെ OTT ഡീൽ നടക്കാത്തത് കൊണ്ട് ഈ സിനിമയുടെ റിലീസ് അന്ന് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പം ഈ സിനിമയുടെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. തരുൺ മൂർത്തി ഡയറക്റ്റ് ചെയ്യുന്ന, നമ്മുടെ എല്ലാം സ്വന്തം ലാലേട്ടൻ നായകനായിട്ട് വരുന്ന, ശോഭന ചേച്ചിയുമായിട്ടൊരു കോമ്പിനേഷൻ സീനുള്ള, അല്ലെങ്കിൽ ശോഭന ചേച്ചി നായികയായിട്ട് വരുന്ന തുടരും. ഈ ട്രെയിലർ കണ്ട സമയത്ത് ഇതിൻ്റെ പോസ്റ്റർ തൊട്ട് ഇങ്ങനെ നമുക്കൊരു വിൻറ്റേജ് നൊസ്റ്റാൾജിക് ഫീലാണ്. കാരണം പഴയ ഒരു ലാലേട്ടനെ ശോഭന ചേച്ചിയും വെച്ചിട്ടുള്ളൊരു പോസ്റ്ററാണ്. പിന്നെ ട്രെയിലർ തുടങ്ങി നമ്മൾ കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഇവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്, ലാലേട്ടൻ ശോഭന ചേച്ചി. ആ സാധനം സ്റ്റിൽ ഈ ഒരു സിനിമയിൽ നമുക്കത് ഫീൽ ചെയ്യാം. അത് ഓരോ സീനിലും ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഒരു സാധാരണ ഫാമിലി മാൻ, ഒരു ഡ്രൈവറായിട്ടുള്ള, ഒരു കാറുമായിട്ടൊക്കെ ഭയങ്കര കണക്റ്റഡായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പം പുള്ളിയുടെ ലൈഫാണ് കാണിച്ചു പോകുന്നത്. കുറേ അധികം കോമഡി സീനുകൾ കാണിച്ചു പോകുന്ന ട്രെയിലറിൻ്റെ ആദ്യ ഭാഗം. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് വരുന്ന സമയത്ത് കുറേയധികം സീരിയസ് സാധനങ്ങൾ, കുറേ ഡാർക്ക് മൊമെൻറ്റ്സ് ഒക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ഒരു പക്ക ഫാമിലി സിനിമയായിട്ടും, പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വേറെ എന്തൊക്കെയോ മിസ്റ്ററീസ് ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ട്രെയിലർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ജെയ്ക്സ് ബിജോയാണ് സിനിമയുടെ മ്യൂസിക്. അത് ആ ഒരു പോർഷനിലോട്ട് നമ്മൾ നോക്കിയാണ്. കാരണം ജെയ്ക്സ് ബിജോയ് ടോപ്പ് നോച്ച് ഐറ്റമേ ചെയ്യാറുള്ളൂ നമുക്കറിയാം. സിനിമയുടെ സ്റ്റോറി എഴുതിയിട്ടുള്ളത് KR സുനിലും തരുൺ മൂർത്തിയും കൂടെ ചേർത്തിട്ടാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതും ഒരു ഫാൻ ബോയ് ഡയറക്റ്റിംഗ് മൂവി ആയിട്ട് മാറുന്നതാണ്. കാരണം തരുൺ മൂർത്തിയുടെ നമ്മൾ ഇൻ്റർവ്യൂകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു പക്ക ലാലേട്ടൻ ഫാനാണ്. അപ്പം ലാലേട്ടനെ വെച്ചിട്ട് ഒരു ഫാൻ ബോയ് സിനിമ ചെയ്താൽ എങ്ങനെയായിരിക്കും ഒരു, അതായത് പുള്ളി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ കാലമായിട്ട് മിസ്സ് ചെയ്യുന്നൊരു ലാലേട്ടനുണ്ട്. അതായത് നമ്മൾ കുറേ അധികം കണ്ടിട്ടുള്ള, നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലാലേട്ടൻ. ആ ഒരു മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പുള്ളി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ ഒരു ലാലേട്ടനും ശോഭന ചേച്ചി കെമിസ്ട്രി, ആ ഒരു സാധനങ്ങളൊക്കെ അതെല്ലാം ഈ ഒരു ട്രെയിലറിൽ നമുക്ക് ഫീൽ ചെയ്യും. കാണുന്ന സമയത്ത് ആ ഒരു ട്രെയിലറിൻ്റെ ഓരോ സീൻ, അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ കാണുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു മറ്റേ നോട്ടം, നടത്തം, ആ സാധനങ്ങളൊക്കെ. പിന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് പോലീസ് സ്റ്റേഷൻ സീനുകൾ, വണ്ടി പോലീസുകാർ പിടിച്ചിടുന്നു, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്ന നായകൻ, അതൊക്കെ ആയിരിക്കും ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ട്രെയിലറാണ്. ഈ ഒരു ട്രെയിലറിൽ കറക്റ്റായിട്ട് സിനിമയെ പറ്റിയിട്ട് നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പം ഇതൊരു നല്ല ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും എന്നൊരു ഫീല്. അത് ഉള്ളിൽ നിന്ന്, അതായത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ആ ഒരു ലാലേട്ടനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അതായത് കുറേ കാലമായിട്ട് ഇങ്ങനെയുള്ള ട്രെയിലറുകൾ പോലും ഒരു മോഹൻലാൽ സിനിമയിൽ നിന്നില്ലായിരുന്നു. ഇപ്പം ലൂസിഫറിൻ്റെ അല്ലെങ്കിൽ എമ്പുരാൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ട്രെയിലർ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറി ഒരു കിടിലൻ ട്രെയിലർ, ഒരു ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും ഈ ഒരു സിനിമ എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ട്. എന്തായാലും സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടില്ല, മെയിലായിരിക്കും സിനിമ റിലീസ് ചെയ്യുന്നത്. പിന്നെ നാളെ എമ്പുരാൻ റിലീസാണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ ടിക്കറ്റൊക്കെ ഉണ്ട്. അത് സിനിമ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഒപ്പീനിയൻ പറയുന്നതായിരിക്കും. പിന്നെ ആദ്യമേ പോയി കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കണ്ടിട്ട് വന്നിട്ട് ബാക്കിയുള്ളവരോട് സ്പോയിൽ ചെയ്യാതിരിക്കുക. ഒരുപാട് സ്പോയിലറുകളുള്ളൊരു സിനിമയായിരിക്കും എമ്പുരാൻ. അപ്പം തുടരുന്ന ട്രെയിലർ കണ്ടപ്പം എനിക്ക് തോന്നിയത് ഇത്രയൊക്കെയാണ്. എന്തായാലും ലൂസിഫർ അല്ല, എമ്പുരാൻ കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന സിനിമ ഒരു ഹിറ്റാകും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പം എന്താണ് ഫീൽ ചെയ്തത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. ബൈ ഗൈസ്.